മനുഷ്യ മനസ്സെന്നത് ഇന്നും പരിപൂർണമായി ചുരുളഴിയാത്ത ഒരു മഹാത്ഭുതമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഭൗതികമായ കാഴ്ചകൾക്കും ശബ്ദങ്ങൾക്കുമപ്പുറം ചില അനുഭവങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. വളരെ ദൂരെയുള്ള ഒരാളെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നു. അതേ നിമിഷം തന്നെ അവരുടെ ഒരു ഫോൺ കോളോ സന്ദേശമോ നമ്മെ തേടിയെത്തുന്നു. ഇത് വെറുമൊരു യാദൃച്ഛികത എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ പാരാസൈക്കോളജി അഥവാ അതീത മനഃശാസ്ത്രം ഈ പ്രതിഭാസത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. മനസ്സെന്നത് തലയോട്ടിക്കുള്ളിൽ മാത്രം അടച്ചിട്ടിരിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് അനന്തമായ പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഊർജകേന്ദ്രമാണ്. നമ്മുടെ ഓരോ ചിന്തയും വികാരവും ഒരു പ്രത്യേക തരംഗദൈർഘ്യമുള്ള ഊർജരൂപങ്ങളാണ്. ഒരു റേഡിയോ സ്റ്റേഷനിൽ നിന്ന് പ്രസരിക്കപ്പെടുന്ന തരംഗങ്ങൾ വായുവിൽ അദൃശ്യമായി സഞ്ചരിച്ച് മറ്റൊരു റിസീവറിൽ എത്തുന്നത് പോലെ ഒരാളുടെ തീവ്രമായ ചിന്തകൾക്ക് മറ്റൊരാളുടെ ബോധതലത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും അദൃശ്യമായ ഊർജതന്തുക്കളാൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വലിയ സത്യത്തെയാണ് ഇന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുന്നത്. വാക്കുകൾക്കപ്പുറമുള്ള ഈ നിശബ്ദ സംഭാഷണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 7 പ്രധാന ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, വൈകാരികമായ പ്രതിധ്വനി. നമ്മുടെ മനസ്സ് പ്രപഞ്ചത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു എനർജി റിസീവറാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ഇടത്തിൽ തികച്ചും സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. പെട്ടെന്ന് യാതൊരു പ്രകോപനമോ ബാഹ്യമായ കാരണമോ ഇല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭാരമോ അല്ലെങ്കിൽ കടുത്ത വിഷാദമോ അനുഭവപ്പെടുന്നു. മനഃശാസ്ത്രപരമായി ഇതിനെ പെട്ടെന്നുണ്ടാകുന്ന മൂഡ് സ്വിംഗ് എന്ന് ലളിതമായി വിളിക്കാമെങ്കിലും പാരാസൈക്കോളജിയിൽ ഇതിനെ ഇമോഷണൽ റീസണൻസ് അഥവാ വൈകാരിക പ്രതിധ്വനി എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുമായി ആഴത്തിൽ ആത്മബന്ധമുള്ള ഒരാൾ ആ നിമിഷം നിങ്ങളെ ഓർത്ത് വേദനിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ തീവ്രമായി ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പുറത്തുവിടുന്ന ആ വൈകാരിക തരംഗങ്ങൾ നേരിട്ട് നിങ്ങളുടെ അബോധ മനസ്സിലേക്ക് പതിക്കുന്നു. ദൂരത്തിരിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സിന്റെ അവസ്ഥ നിങ്ങളുടെ മനസ്സിൽ ഒരു കണ്ണാടിയിൽ എന്ന പോലെ പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണിത്. ഭൗതികമായ അകലം എത്ര തന്നെയായാലും തീവ്രമായ വികാരങ്ങൾ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുമെന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇത്തരം അകാരണമായ വൈകാരിക മാറ്റങ്ങൾ. രണ്ടാമതായി, ടെലിപ്പതിക് ഇൻട്രൂഷൻ. നാം മറ്റൊരു കാര്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗൗരവകരമായ ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴോ ആയിരിക്കും തികച്ചും അപ്രതീക്ഷിതമായി ഒരാളുടെ മുഖം വളരെ വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ മിന്നൽ പോലെ വരുന്നത്. പഴയ ഓർമ്മകളോ സാഹചര്യങ്ങളോ ഒന്നും തന്നെ ആ വ്യക്തിയുമായി ആ നിമിഷം ബന്ധപ്പെട്ടിരിക്കില്ല. എന്നിട്ടും അവരുടെ സാന്നിധ്യം നിങ്ങളുടെ ചിന്തകളിൽ അധികാരം സ്ഥാപിക്കുന്നു. ഇതിനെയാണ് പാരാസൈക്കോളജിയിൽ ടെലിപ്പതിക് ഇൻട്രൂഷൻ എന്ന് വിളിക്കുന്നത്. ആ വ്യക്തി തൻ്റെ മനസ്സിൻ്റെ എല്ലാ ഏകാഗ്രതയും ഉപയോഗിച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് ഒരു ചിന്താ സിഗ്നൽ അയക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അബോധ മനസ്സ് ആ സിഗ്നലിനെ അത്യന്തം കൃത്യതയോടെ സ്വീകരിക്കുകയും ബോധ മനസ്സിലേക്ക് ആ വ്യക്തിയുടെ ചിത്രം നൽകുകയും ചെയ്യുന്നു. ഇത് വെറുമൊരു തോന്നലല്ല, മറിച്ച് 2 മനസ്സുകൾ തമ്മിൽ നടത്തുന്ന നിശബ്ദമായ ആശയവിനിമയമാണ്. ഇത്തരത്തിൽ ഒരാൾ നിങ്ങളുടെ ചിന്തകളിലേക്ക് അനാവശ്യമായി കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തി ആ നിമിഷം നിങ്ങളെക്കുറിച്ച് അത്രത്തോളം തീവ്രമായി ആലോചിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. മൂന്നാമതായി, അദൃശ്യ സാന്നിധ്യ പ്രതീതി. നിങ്ങൾ ഒരു മുറിയിൽ തനിച്ചാണെങ്കിലും ആരോ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അരികിൽ ആരുടെയോ അദൃശ്യമായ സാന്നിധ്യമുണ്ടെന്നോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇതിനെ ശാസ്ത്രീയമായി സ്കോപസ്തേഷ്യ എന്ന് വിളിക്കുന്നു. ഇത് അതീത മനഃശാസ്ത്രത്തിലെ അത്യന്തം താല്പര്യജനകമായ ഒരു പഠന വിഷയമാണ്. ദൂരത്തിരുന്ന് ഒരാൾ നിങ്ങളുടെ ഫോട്ടോ നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ സങ്കല്പിക്കുകയോ ചെയ്യുമ്പോൾ അവർ പുറത്തുവിടുന്ന ചിന്താ ഊർജം നിങ്ങളുടെ പ്രഭാവലയത്തെ നേരിട്ട് സ്പർശിക്കുന്നു. മനുഷ്യ ശരീരത്തിന് ചുറ്റുമുള്ള ഈ ഊർജ കവചം ഇത്തരം സൂക്ഷ്മമായ സ്പർശനങ്ങളെയും സമ്മർദ്ദങ്ങളെയും തിരിച്ചറിയാൻ ശേഷിയുള്ളതാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും നമ്മെ നോക്കുന്നുണ്ടോ എന്ന് സംശയിച്ച് നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നത്. ഭൗതികമായ കാഴ്ചയുടെ പരിധിക്കപ്പുറം നിൽക്കുന്ന ഒരാൾക്ക് പോലും തൻ്റെ ചിന്താശക്തിയിലൂടെ നിങ്ങളുടെ വ്യക്തിപരമായ ഇടത്തിലേക്ക് കടന്നു വരാൻ കഴിയുമെന്നതിൻ്റെ വലിയൊരു അടയാളമാണിത്. നമ്മുടെ അവബോധം അഥവാ ഇൻറ്റ്യൂഷൻ എത്രത്തോളം ശക്തമാണോ
അത്രത്തോളം വ്യക്തമായി ഈ അദൃശ്യ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. നാലാമതായി ഷെയേർഡ് സിങ്ക്രോണിസിറ്റി. രണ്ട് വ്യക്തികളുടെ ബോധതലം ഒരേ തരംഗദൈർഘ്യത്തിൽ എത്തുമ്പോൾ സംഭവിക്കുന്ന വിസ്മയകരമായ പ്രതിഭാസമാണ് സിങ്ക്രോണിസിറ്റി. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ ഫോൺ എടുക്കുമ്പോൾ തന്നെ അവരുടെ മെസ്സേജ് നിങ്ങളുടെ സ്ക്രീനിൽ തെളിയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പഴയ പാട്ട് മൂളുമ്പോൾ അരികിലുള്ള വ്യക്തി അതേ പാട്ടിൻ്റെ വരികൾ പാടിത്തുടങ്ങുന്നു. ഇതിനർത്ഥം നിങ്ങളുടെയും അവരുടെയും ചിന്തകൾ തമ്മിൽ കാലദേശങ്ങൾക്കും അപ്പുറത്തുള്ള അദൃശ്യമായ ഒരു ഊർജ്ജനൂലിനാൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. പാരാസൈക്കോളജിയിൽ ഇത് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റായി കണക്കാക്കപ്പെടുന്നു. ഭൗതികമായ അകലം എത്രയുണ്ടെങ്കിലും ചിന്തകൾ ഒരേ സമയം ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ ഇത്തരം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആത്മബന്ധം അത്രത്തോളം ആഴമുള്ളതാണെന്നും നിങ്ങളുടെ അബോധ മനസ്സുകൾ എപ്പോഴും പരസ്പരം സംവദിക്കുന്നുണ്ടെന്നും തെളിയിക്കുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മാനസിക ഐക്യത്തിൻ്റെ അത്യുത്തമമായ ഉദാഹരണമാണിത്. അഞ്ചാമതായി എനർജറ്റിക് ഷിവേഴ്സ്. നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹം ബാഹ്യമായ സ്പർശനങ്ങളെ മാത്രമല്ല, പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ ഊർജപ്രവാഹങ്ങളെയും തിരിച്ചറിയാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. കാലാവസ്ഥയുമായി ബന്ധമില്ലാതെ ശരീരത്തിലൂടെ പെട്ടെന്ന് ഒരു തണുത്ത മിന്നൽപ്പിണർ കടന്നുപോകുന്നത് പോലെയോ അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ഭാഗത്തോ കൈകളിലോ ഒരു ചെറിയ തരിപ്പ് അനുഭവപ്പെടുകയോ ചെയ്യുന്നത് ഒരു ഊർജ കൈമാറ്റത്തിൻ്റെ ലക്ഷണമാണ്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായോ അല്ലെങ്കിൽ അത്യന്തം സ്നേഹത്തോടെയോ കരുതലോടെയോ ഓർക്കുമ്പോൾ ആ ഊർജം നിങ്ങളുടെ ജൈവമണ്ഡലത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ നാഡികളിലൂടെ വൈദ്യുത തരംഗങ്ങളായി സഞ്ചരിക്കുകയും ശാരീരികമായി ഇത്തരം വിറയലുകൾക്കോ തരിപ്പുകൾക്കോ കാരണമാവുകയും ചെയ്യുന്നു. ആരോ എന്നെ ഓർത്തുവെന്ന് തോന്നുന്നു എന്ന് നമ്മൾ പലപ്പോഴും തമാശയായി പറയുന്നത് പാരാസൈക്കോളജി പ്രകാരം വളരെ അർത്ഥവത്തായ ഒരു ശാരീരിക പ്രതികരണമാണ്. നിങ്ങളുടെ ശരീരം മറ്റൊരു മനസ്സിൻ്റെ പ്രകമ്പനങ്ങളെ പിടിച്ചെടുക്കുന്ന അപൂർവ നിമിഷമാണിത്. ആറാമതായി ഗന്ധങ്ങളുടെ അലൗകിക സാന്നിധ്യമാണ്. പാരാസൈക്കോളജിയിലെ ഏറ്റവും വിസ്മയകരവും ഉയർന്ന തലത്തിലുള്ളതുമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് അദൃശ്യമായ ഗന്ധങ്ങൾ അനുഭവപ്പെടുന്നത്. നിങ്ങളുടെ ചുറ്റുവട്ടത്തില്ലാത്തൊരു സുഗന്ധം, ഒരുപക്ഷെ അതൊരു വ്യക്തി സ്ഥിരമായി ഉപയോഗിക്കുന്ന പെർഫ്യൂം ആകാം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവിൻ്റെ മണമാകാം, പെട്ടെന്ന് വായുവിൽ അനുഭവപ്പെടുക. ഇതിനെ ക്ലൈറേലിയൻസ് എന്ന് വിളിക്കുന്നു. ഭൗതികമായി ആ വ്യക്തി അവിടെ ഇല്ലെങ്കിലും അവരുടെ ചിന്താ ഊർജം അത്രത്തോളം തീവ്രവും കേന്ദ്രീകൃതവുമാണെങ്കിൽ അത് നിങ്ങളുടെ മസ്തിഷ്കത്തിലെ ഘ്രാണകേന്ദ്രങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്നു. യഥാർത്ഥത്തിൽ മൂക്കിലൂടെയല്ല, മറിച്ച് മനസ്സിൻ്റെ അതീത ബോധതലത്തിലൂടെയാണ് നിങ്ങൾ ഈ ഗന്ധം തിരിച്ചറിയുന്നത്. ആ വ്യക്തിയുടെ ആത്മീയമായ അല്ലെങ്കിൽ ഊർജപരമായ സാന്നിധ്യം ആ നിമിഷം നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുകളിലൊന്നാണിത്. ഇത്തരം അനുഭവങ്ങൾ പലപ്പോഴും വളരെ ആഴത്തിലുള്ള സ്നേഹബന്ധങ്ങളിലോ ആത്മീയ ബന്ധങ്ങളിലോ ആണ് സാധാരണയായി കണ്ടുവരുന്നത്. ഏഴാമതായി അബോധ മനസ്സിലെ സ്വപ്ന സംവേദനം. നമ്മുടെ ബോധമനസ്സ് വിശ്രമിക്കുന്ന ഉറക്ക സമയത്ത് അബോധ മനസ്സ് അത്യന്തം സജീവമായിരിക്കും. ഈ സമയത്ത് നമ്മുടെ യുക്തിപരമായ ചിന്തകളും പ്രതിരോധ കവചങ്ങളും ഇല്ലാത്തതിനാൽ പുറത്തുനിന്നുള്ള ചിന്താ തരംഗങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിന് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. ഒരാൾ നിങ്ങളെക്കുറിച്ച് തീവ്രമായി ചിന്തിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുകയോ അല്ലെങ്കിൽ അഗാധമായ ശാന്തതയിൽ ഇരിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ ചിന്താചിത്രങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിലെ അബോധ മനസ്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. ഇത്തരം സ്വപ്നങ്ങൾക്ക് സാധാരണ സ്വപ്നങ്ങളെക്കാൾ കൂടുതൽ വ്യക്തതയും ശോഭയും ഉണ്ടായിരിക്കും. ഉറക്കത്തിൽ നിന്നുണർന്നാലും ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അനുഭവം നിങ്ങളിൽ ബാക്കി നിൽക്കും. വെറുമൊരു ഓർമ്മ പുതുക്കലല്ല ഇത്, മറിച്ച് രണ്ടാത്മാക്കൾ തമ്മിലുള്ള നിശബ്ദമായ സമാഗമമാണ്. ഒരു പ്രത്യേക വ്യക്തിയെ നിങ്ങൾ ആവർത്തിച്ച് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് നിരന്തരം അയച്ചുകൊണ്ടിരിക്കുന്ന പ്രണയത്തിൻ്റെയോ കരുതലിൻ്റെയോ സന്ദേശങ്ങളുടെ ഫലമായിരിക്കും. മനസ്സെന്നത് വെറുമൊരു ഭൗതിക അവയവമല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ അനന്തമായ ഊർജ്ജസമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കേന്ദ്രമാണ്. അതീത മനഃശാസ്ത്രം നമ്മോട് പറയുന്നത് നാം ഓരോരുത്തരും വാക്കുകൾക്കും ദൂരത്തിനും അപ്പുറത്തുള്ള ഒരു ലോകത്ത് പരസ്പരം നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇത്തരം സൂക്ഷ്മമായ മാറ്റങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളുടെ ഉള്ളിലെ അവബോധം തിരിച്ചറിയാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ
ഈ അദൃശ്യമായ ആശയവിനിമയങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ തമ്മിലുള്ള ദൂരം കേവലം ഭൗതികം മാത്രമാണെന്നും മനസ്സിന്റെ തലത്തിൽ നമ്മൾ എപ്പോഴും ഒരുമിച്ചാണെന്നും ഇത്തരം അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സിന്റെ ഈ അനന്തമായ കഴിവുകളെ തിരിച്ചറിയാനും ആദരിക്കാനും ഈ അറിവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.